ഗൈസ്, ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ചു നമുക്കൊരു നാടൻ ലഞ്ച് ആവാം. അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണെയാണ് കൂർക്കയും പിന്നെ നമ്മള് തേങ്ങ വറുത്തത് പിന്നെ വെണ്ടക്ക വറുത്തത് ഉണ്ടാക്കാൻ പോണെയാണ് ഗൈസ്. കൂർക്ക തേങ്ങ വറുത്തരച്ച കറി, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലാതെ തേങ്ങ വറുത്തതല്ല, തേങ്ങ വറുത്തരച്ച കറി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലേഡീസ് ഫിംഗർ ഫ്രൈ, അതായത് വെണ്ടക്ക ഫ്രൈ. ഇതാണ് ഇന്നത്തെ കറികൾ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഈ കൂർക്കയൊക്കെ നന്നാക്കാനായിട്ട് ഒത്തിരി സമയം വേണമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ നാടൻ കറികളെ കൂട്ടി ഊണഴിക്കാന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂർക്കയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം പച്ചമുളക് കൂട്ടിയിട്ട് കൂർക്കയൊക്കെ വേവിച്ചെടുത്തു. അപ്പോൾ കൂർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിനകത്തോട്ട് ചെറുക്കിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തു. അതിനകത്തോട്ട് ഒരു ചെറിയൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂട്ടിയിട്ട് അത് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഈ റോസ്റ്റ് ചെയ്ത മിക്സ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരപ്പ് നമ്മുടെ കൂർക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആ മിക്സിയുടെ ജാർ കൂടിയും കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാനിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം സവാളയും അതുപോലെ കറിവേപ്പിലയും ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് ആ ഫ്രൈ ചെയ്ത മിക്സ് അതായത് താളിച്ച് നമ്മുടെ കൂർക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതിവിടെ കൂർക്ക തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി നാടൻ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ വെണ്ടക്ക നമുക്ക് ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ വെണ്ടക്ക ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ഈ വെണ്ടക്ക നമുക്ക് ഒരു പാനിനകത്തൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചിനെ കൊടുത്തുവിടാൻ നല്ല സൂപ്പറാണ് ഈ വെണ്ടക്ക ഫ്രൈ. അപ്പോൾ ഇത് നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറെടുത്തു. അപ്പോൾ ഞാൻ ചോറ് തിന്ന് കഴിയാറായപ്പോഴാണ് വീഡിയോ എടുക്കണ കാര്യം ഓർത്തത്. അപ്പോൾ ഈ നാടൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാമെന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഓൺ ബെൽ ക്ലിക്ക് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും പറ്റും. ബൈ ബൈ.